ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശ്രുതി മീരയോടായിട്ട് പറയുന്നുണ്ട്, എന്ന് ഈശ്വരൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുകയൊന്നുമില്ല, കൈവിടാതെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവീൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. പ്രതീക്ഷിക്കാത്ത നേരത്തെ നവീനെ കാണുന്ന സമയത്ത് ശ്രുതിയെ ഒന്ന് ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മീര പറയുകയാണ്, ദൈവത്തിന്റെ കാര്യം പറഞ്ഞു തീർന്നില്ല, അതിന് മുന്നേ ചെകുത്താൻ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നവീനെ നോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നവീൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കൂട്ടുകാർ തമ്മിൽ എന്തോ കുശുകുശുക്കുന്നത്, എന്താ കല്യാണി കാര്യം പറയാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കല്യാണി ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട്. ദാസ്, നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് എന്താ വേണ്ടത് നിനക്ക് അറിയാലോ കല്യാണി, ഇനി എന്നെ കൊണ്ട് പ്രത്യേകിച്ച് പറയിപ്പിക്കണം, എനിക്ക് 1,00,000 രൂപയുടെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ശ്രുതി തനിക്ക് തരാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാശി പിടിക്കാണ്ട് ഈ സമയത്ത് മീരയും പറയുന്നുണ്ട്, പല പട്ടികളും ഞങ്ങളുടെ മുന്നിൽ വെച്ച് കുരയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ ഒന്നുകിൽ കല്ലെടുത്തെറിയാറുണ്ട്, അതല്ല എന്നാൽ പട്ടി ബിസ്ക്കറ്റ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് എന്നൊക്കെയാണ് മീര പറയുന്ന സമയത്ത്, നീ ആ പട്ടിയായിട്ട് ഉദ്ദേശിച്ച് എന്നെയല്ലേ മോളെ കല്യാണി, ഇവളുടെ കൂട്ടുകെട്ട് വലിയ കാര്യമായിട്ടൊന്നും വേണ്ടാട്ടെ, ഇവള് ഭയങ്കര വായാടിയാണ്, ഇവളെ മൂലം തന്നെ നിനക്ക് ഒരുപാട് നാശങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ദാസ് പറയുന്ന സമയത്ത് മീര അതിനെല്ലാം തന്നെ തക്കതായി മറുപടി പറയുന്നത് കേട്ടോ. ഉടനെ തന്നെ നീ ഒന്ന് പോകുന്നുണ്ട് ദാസ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമൊന്നും ഇല്ല എന്ന് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. പെട്ടെന്ന് ദാസ് പറയുകയാണ്, നിനക്കെന്താ പണം തരാൻ മടി എന്ന് ചോദിക്കുന്ന സമയത്ത്, നീ ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടാണ് ഞാൻ നിനക്ക് പണം തരേണ്ടത് എന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത്, ഞാൻ നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ പോവുകയാണ്, ഞാൻ നേരെ ശ്രുതിനെ പോയി കാണുകയാണ്, എന്നിട്ട് നിനക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നും നിന്റെ പേര് കല്യാണി എന്നാണെങ്കിൽ ആ കല്യാണം കഴിച്ച പേരിൽ നിനക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ശ്രുതിയോട് പറയാൻ പോകുന്നില്ല, നോട്ട് ദ പോയിന്റ്, അത് ഞാൻ പറയാൻ പോകുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ് നീ എനിക്ക് 1,00,000 രൂപ തരേണ്ടത് എന്നൊക്കെ ദാസ് പറയുന്ന സമയത്ത് നമ്മുടെ ശ്രുതിക്ക് നിവൃത്തിയില്ലാതെ തന്നെ 1,00,000 രൂപ തരാമെന്ന് സമ്മതിക്കേണ്ടി വരികയാണ് കേട്ടോ. അങ്ങനെ ദാസ് വളരെയധികം സന്തോഷത്തോടെ തന്നെ യാത്ര കൂടി പറഞ്ഞൊക്കെ അവിടുന്ന് പോകുന്ന സമയത്ത് മീര പറയുന്നുണ്ട്, നീ എന്ത് കാര്യത്തിനാണ് അവന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് നീ ആ 1,00,000 രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അതൊന്നും എനിക്ക് അറിയില്ല മീര, എന്തായാലും 1,00,000 രൂപ ഉണ്ടാക്കിയാൽ മതിയാവുകയുള്ളൂ, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ശ്രുതിയുമായിട്ട് നല്ലൊരു ലൈഫാണ് എനിക്കിപ്പോൾ മുന്നോട്ട് പോകുന്നത്, ആ ഒരു ജീവിതം നശിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ ശ്രുതിയെ ഒരുപാട് സ്നേഹിക്കും, എന്നെ വിട്ട് കളയാൻ സാധിക്കാത്ത രീതിയിൽ ഞാൻ ശ്രുതിയുമായിട്ട് എടുക്കും, ശ്രുതി ഒരിക്കലും എന്നെ ഉപേക്ഷിച്ച് പോകില്ല, ആ ഒരു രീതിക്ക് ഞാൻ ശ്രുതിയെ സ്നേഹിക്കും, പിന്നീട് ആരെന്തൊക്കെ പറഞ്ഞാലും ശ്രുതി എന്നെ ഉപേക്ഷിച്ച് പോവുകയില്ല എന്നൊക്കെ ശ്രുതി പറയാം കേട്ടോ. കൂടുതൽ തന്നെ പറയുന്നത് ശ്രുതിയുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപ മേടിക്കാമെന്നൊക്കെ പറയുന്ന സമയത്ത് അത് റിസ്ക് അല്ലേ എന്ന് മീര ചോദിക്കുന്നുണ്ട്. റിസ്ക് ആണ്, റിസ്ക് എടുക്കാൻ തയ്യാറാവണം, എന്തായാലും ജീവിതത്തിൽ ഞാൻ തോറ്റു പിന്മാറാൻ തയ്യാറല്ല എന്നൊക്കെയാണ് മീരയോടായിട്ട് ശ്രുതി പറയുകയാണ്. ഇതേ സമയം തന്നെ ശ്രുതി ആകട്ടെ ഓരോ ഷെയർ മാർക്കറ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ട് ഷെയർ മാർക്കറ്റിൽ പണം ഇൻവെസ്റ്റ് ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതിനെ കാണുമ്പോൾ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഞാൻ ഫോണിൽ ഇങ്ങനെ നോക്കുമായിരുന്നു, കുറേ ഷെയർ മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്താൽ 5 എത്തിയാലും നമ്മുടെ കയ്യിൽ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, ഉള്ള പണം കൊണ്ട് തുളയ്ക്കാനാണ് ശ്രുതി നിന്റെ പുറപ്പാട് എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല ശ്രുതി, എൻ്റെ കയ്യിൽ ഇത്രയും പണമുള്ള സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടേ, എന്നൊരു കാര്യം നമുക്ക് പലിശയ്ക്ക് പണം കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് പലിശയ്ക്ക് നമ്മൾ പണം കൊടുത്തു, അവർ തിരിച്ചു നിന്നുള്ള ശ്രുതി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എന്താ ശ്രുതി നീ ഇങ്ങനെ എല്ലാം നെഗറ്റീവായിട്ട് കാണുന്നത്, നീ ഇത്രയും പണം വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തുടങ്ങാൻ ശ്രുതി ഒരു നിമിഷം ചിന്തിക്കാണ്ട് പെട്ടെന്ന് ശ്രുതി ചോദിക്കുകയാണ്, എന്ത് പറ്റി ശ്രുതി, നീ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല നീ ഇപ്പം പറഞ്ഞ കാര്യം എന്തായാലും നല്ലതാണ്, പലിശയ്ക്ക് പണം കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് കാര്യം ചെയ്യാം, ഫസ്റ്റ് നിന്റെ കസ്റ്റമർ ഞാൻ തന്നെ ആവട്ടെ, ഞാൻ നിന്റെ 1,00,000 രൂപ കടം ചോദിക്കാം, നിനക്ക് ഞാൻ പലിശ എല്ലാ മാസം തരാം എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോടായിട്ട് പറയുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാ ശ്രുതി നിനക്ക് ഇപ്പോൾ 1,00,000 രൂപ എന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല ബാങ്ക് ലോൺ, അങ്ങനെ വണ്ടിയുടെ ലോൺ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രുതി, ഇതിനെല്ലാം കൂടെ കൂടിയിട്ട് ഞാൻ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പലിശ ഞാൻ ബാങ്കിലേക്ക് അടയ്ക്കണം, ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്നാൽ പോരെ, മുതലും പലിശയും നമുക്ക് തന്നെയല്ല, അതൊരു ലാഭമുള്ള കാര്യമല്ലേ എന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത് ശ്രുതി പറയണം, ശരിയാണ്, എനിക്ക് ഇത്രയും ബുദ്ധി ചിന്തിച്ചു പോയില്ല എന്നൊക്കെയാണ് ശ്രുതി പറയട്ടെ. പെട്ടെന്ന് തന്നെ ശ്രുതി തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ചാൻസ് ആയതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയും ഞാൻ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഒരു 2,000 രൂപ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. എന്നിട്ട് പറയുന്നത്, ഞാൻ പലിശ അയച്ചിട്ടുണ്ട്, എനിക്കിത് മുതലയക്കുക എന്ന് ചോദിക്കുന്ന സമയത്ത്, എന്ത് മുതൽ എന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്. അതല്ല, ഞാൻ 2,000 രൂപ പലിശ അയച്ചില്ല, 2,000 രൂപ പലിശക്കുള്ള 1,00,000 രൂപ ശ്രുതി എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടതായെന്ന് ശ്രുതി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മുന്നും പിന്നും ചിന്തിക്കാതെ തന്നെ ശ്രുതി 1,00,000 രൂപ ശ്രുതിയുടെ അക്കൗണ്ടിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി പറയുന്നത്, ദേ കണ്ടില്ലേ, ഒന്നും ആലോചിക്കാതെ ശ്രുതിക്ക് 2,000 രൂപയാണ് ലാഭം കിട്ടിയത്, അത് മാത്രമല്ല ഈ 1,00,000 രൂപ നമ്മുടെ ഫാമിലിയുടെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നൊക്കെയാണ് ശ്രുതി പറയുന്ന സമയത്ത്, നീ ഭയങ്കര ബുദ്ധിമതിയാണല്ലോ ശ്രുതി, ഈ ഒരു ബുദ്ധി എനിക്ക് പോയില്ല, എന്തായാലും എനിക്ക് നിന്നെപ്പോലെ ഒരു ഭാര്യ കിട്ടില്ല, ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മണ്ടനാവുകയാണെന്ന് പോലും അറിയാതെ തന്നെ ശ്രുതിനെ ചേർത്ത് പിടിച്ച് നിൽക്കാണ്ട ശ്രുതി. പിന്നീട് കാണിക്കാൻ സച്ചിയും മഹേഷും കാർത്തിക്കും എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു
റെസ്റ്റോറൻറ്റിൽ നിന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിക്ക് പണം കിട്ടിയത് എങ്ങനെക്കുറിച്ചും അതുപോലെ ശ്രുതിയുടെ അമ്മായച്ചൻ അയച്ചു തന്നതാണ് ഇതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും താൻ വിശ്വസിക്കാൻ തയ്യാറല്ല എന്നൊക്കെ സച്ചി ഇവരോടായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് മഹേഷ് പറയുകയാണ്, വേറൊന്നും ചിന്തിക്കേണ്ട, രേവതി ചിന്തിച്ച പോലെ തന്നെ ഇത് അവരുടെ പ്രശ്നം, അതിലേക്ക് നമ്മൾ ഇടപെടാതെ ഇരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ മഹേഷിന് സച്ചിയോടായിട്ട് പറയുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു കൈനോട്ടക്കാരൻ വന്ന് കൈനോട്ടക്കാരൻ വന്ന ഉടനെ തന്നെ സച്ചിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, രാജാവിനെ പോലെയാണ് നീ എന്നൊക്കെ പറയുന്ന സമയത്ത് ആര് എന്നെ പറ്റിയാണോ പറഞ്ഞത്, ഞാനാണോ രാജാവ്, എന്തായാലും രാജാവാണെന്ന് പറഞ്ഞല്ലേ, ദേ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഒരു 100 രൂപ എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊന്നും പറയാതെ പൈസ മേടിക്കാറില്ല എന്ന് ഇദ്ദേഹം പറയാതെ പെട്ടെന്ന് സച്ചി പറയുന്നുണ്ട്, ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോഴത്തേക്കും വിശ്വസിച്ചേ മതിയാവുള്ളൂ, ചില കാര്യങ്ങളൊക്കെ ഇതുപോലെയൊക്കെ വിശ്വസിക്കേണ്ടി വരും സച്ചി എന്ന് മഹേഷ് പറയുന്നുണ്ട്. അതിനുശേഷം കൈനോട്ടക്കാരൻ നമ്മുടെ സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, മഹാറാണിയെ പോലെ ഒരു ഭാര്യയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്, ഏത് സമയത്ത് നിന്നെ ചേർത്ത് പിടിക്കുന്നവളാണ് നിന്റെ ഭാര്യ, അവൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ സൗഭാഗ്യം മാത്രമേ വരികയുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് കാർത്തിക് പറയുകയാണ്, രേവതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം അവൾ കേൾക്കണ്ട, അവൾ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കുകയില്ല, അവൾ പൊങ്ങി പൊങ്ങി മേലോട്ട് പോകുമെന്നൊക്കെ സച്ചി പറയുകയാണ്. ഇപ്പൊ കേൾക്കുമ്പോഴത്തേക്കും മഹേഷിന് ഭയങ്കരമായിട്ട് ഇനി ഇൻട്രസ്റ്റ് കൂടുകയാണ്. മഹേഷ് വേഗം തന്നെ കാർത്തികിനോടായിട്ട് പറയുകയാണ്, എടാ നീ മാറി നിൽക്കുക, അദ്ദേഹം അവിടെ ഇരിക്കട്ടെ, ഇവൻ സച്ചിയുടെ കയ്യിൽ നോക്കട്ടെ എന്ന് പറയുകയാണ്. എന്നാൽ സച്ചിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാതെ ഒഴിഞ്ഞ് മാറി നിൽക്കുമ്പോഴും മഹേഷിന് നിർബന്ധപ്രകാരം തന്നെ സച്ചി കൈ നോക്കാനായിട്ട് സമ്മതിക്കുകയാണ് കേട്ടോ. സമയം തന്നെ ലക്ഷ്മി ആകട്ടെ പഞ്ച് വരച്ചാണ് പൂക്കടയിൽ ഇരിക്കുന്നത്. ആ സമയം തന്നെ ദേവു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ പറയുകയാണ്, അമ്മയ്ക്ക് അസുഖമായിട്ട് അമ്മ എന്തിനാ ഈ പൂക്കൾ തുത്തിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്നത്, ഞാൻ വന്നിട്ട് ചെയ്തോളായിരുന്നു, അമ്മ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നീ പൂക്കളെ കൊണ്ടേ കൊടുത്തിട്ട് ഇവിടെ പൂവും തുന്നിയിട്ട് എപ്പോൾ പഠിക്കാനാ, ഒരു കാര്യം നടക്കില്ല ദേവു, ഞാൻ തന്നെ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പൂക്കൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയുണ്ടാവും. ആ ഒരു സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി വന്ന ഉടനെ തന്നെ ലക്ഷ്മിയുടെ വിശേഷങ്ങളും അതുപോലെ ലക്ഷ്മിക്ക് പനി കുറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ എന്തിനാ രേവതിയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി പറയണം, അമ്മയ്ക്ക് പാടില്ലാതെ എന്തിനാ അമ്മ ഇങ്ങനെ പൂക്കൾ തുന്നായിട്ട് ഇവിടെ ഇരിക്കുന്നത്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്ന് ചെയ്യുകയില്ലായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് നീ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അതൊന്നും ചിലപ്പോൾ ചന്ദ്രയ്ക്ക് തീരെ പിടിച്ചെന്ന് വരില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാതിരുന്നത്, അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ ഏത് സമയത്തും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പിന്നെ കുറ്റപ്പെടുത്താറില്ലായിരിക്കും, ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ വേറൊരു പ്രശ്നം അമ്മയ്ക്ക് ഉണ്ടാവും, എന്നെ കുറ്റപ്പെടുത്തിയില്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവുകയില്ല എന്ന് രേവതി ലക്ഷ്മിയോടായിട്ട് പറയാൻ കേട്ടോ. അതിനുശേഷം ദേവുവിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ട് രേവതി തന്നെയാണ് ലക്ഷ്മിക്കായിട്ട് വാരി കൊടുക്കുന്നത്. ഈ ഒരു സമയത്താണ് ആന്റണിയും കൂട്ടിക്കൊണ്ട് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ആന്റണിയുടെ പിന്നിലിരിക്കുന്ന ശരത്തിനെ കാണുമ്പോൾ തന്നെ രേവതിക്ക് ദേഷ്യം കൂടി വരികയാണ്. രേവതിയെ കാണുമ്പോൾ തന്നെ ശരത്ത് ആന്റണിയോട്ട് പറയുന്നുണ്ട്, രേവതി ചേച്ചി ഉണ്ട് ഇവിടെ, വേഗം പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് ആന്റണിയെ നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാക്കാൻ തുടങ്ങുന്ന സമയത്ത് രേവതി വേഗം തന്നെ വന്നിട്ട് നിൽക്കണം അവിടെ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ശരത്തിന് ഇങ്ങനെ കൂടെ കൂട്ടുന്നതിന്റെ പേരിൽ ഒരുപാട് വഴക്കുകളൊക്കെ തന്നെ ആന്റണിയെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആന്റണി പറയുകയാണ്, ഞാൻ ഒരിക്കലും ഇവനെ കൈവിടുകയല്ലേ, ഇവൻ എൻ്റെ സുഹൃത്താണ് എന്ന് പറയുമ്പോഴത്തേ സുഹൃത്തോ, ഇത്രയും ചെറുപ്പമുള്ള ഇവനെ നിനക്ക് എങ്ങനെ സുഹൃത്താക്കാൻ തോന്നുന്നില്ല, നീ നിന്റെ താന്തോന്നിത്തരമെല്ലാം തന്നെ ഇവനെ പഠിപ്പിക്കാൻ നിൽക്കരുത്, ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്, ഇവനെ മര്യാദയ്ക്ക് അവൻ്റെ വഴിക്ക് വിടാനായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ ഞാൻ രേവതി ചോദിക്കുന്ന സമയത്ത് ഞാനായിട്ട് ഇവനെക്കൊണ്ട് യാതൊരു ഉപദ്രവവും ചെയ്തില്ല, പക്ഷെ നിങ്ങളുടെ ഭർത്താവല്ലേ ഇവൻ്റെ കൈ ഓടിച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ രേവതി പറയുകയാണ്, നിന്റെ കൂട്ടുകെട്ടാണ് ഇങ്ങനെ ഒരു ചതിയിലേക്ക് അവനെ കൊണ്ട് ചാടിച്ചത്, നീയായിട്ട് നീ യാതൊരു കൂട്ടു ഇവന് വേണ്ട എന്ന് പറഞ്ഞാലും ഇവൻ കേൾക്കുകയില്ല, ഇവൻ നിന്നോടായിട്ട് ഞാൻ പറയുകയാണ്, എൻ്റെ അനിയന് നിന്റെ കൂടെ കൊണ്ടേ നടക്കരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് ലക്ഷ്മിയും പറയുകയാണ് കേട്ടോ, ഞാൻ ഇവനോട് പറഞ്ഞതാണ് ഇനി മേലിൽ ഇങ്ങനെ പലിശപ്പിരിവിനൊന്നും പോകരുന്ന് പറഞ്ഞതാണ്, പക്ഷെ ഇവൻ കേൾക്കുന്നില്ല എന്നൊക്കെ ലക്ഷ്മിയും പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ ദേവും ശരത്തിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കേട്ടോ. ഈ ഒരു സമയത്ത് ആന്റണി പറയുകയാണ്, അപ്പൊ നിങ്ങളുടെ ഭർത്താവ് മുന്നും പിന്നും നോക്കാതെ എല്ലാവരും തല്ലുകയും ചെയ്യും, എന്തിനും ഇവന്റെ കൈ വരെ ഓടിച്ചിട്ടും അയാൾ എന്നെക്കാൾ ഇരട്ടിയായിട്ട് മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട്, അപ്പൊ അയാൾ ചാന്തോന്നിയാണോ എന്നിങ്ങനെ ആന്റണി രേവതിയോട് ചോദിക്കാൻ കേട്ടോ. ഈ ഒരു സമയത്ത് ദേഷ്യത്തോടു കൂടി തന്നെ ആന്റണി നോക്കി നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.